കുറച്ച് ഇരുമ്പുളി പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യമുള്ള എടുക്കാം. അപ്പോൾ നമ്മുടെ ഇരുമ്പുളിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മളിത് വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഗം, ഈ ഞെട്ടിയുടെ ഭാഗം കുറച്ച് ചെത്തിക്കളയുക. എന്നിട്ട് നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഈ അച്ചാറുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ഇങ്ങനത്തെ സൈസ് ചെറിയ പുളിയാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വലുതുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് 2-3 മുറിച്ചിട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ഉപ്പിലിട്ട് വയ്ക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒരിക്കലും ഉപ്പിട്ട് വെച്ചേക്കരുത്. ചില്ലിൻ്റെ ഭരണിയിൽ വേണം നമ്മൾ ഇട്ട് വയ്ക്കാനായിട്ട്. തൽക്കാലം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടത്. നമ്മുടെ ഇരുമ്പുളി ഇന്നലെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചതാണ്. ഉപ്പിലിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് കുറേ നേരം അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഉപ്പ് പിടിച്ച് സെറ്റായിട്ട് കിടക്കുകയാണ്. നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലെണ്ണയാണ്. കുറച്ച് കായ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കായ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഉലുവ ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ആ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി ഒന്ന് വഴറ്റിയെടുക്കാനാണ്. നമ്മൾ പുളിയൊക്കെ ഊറ്റിയിട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ വെള്ളം എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുളിയൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ടാണ് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ അച്ചാറുണ്ടാക്കാനായിട്ട് 1.25 കിലോ ഇരുമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 കിലോയ്ക്ക് നമ്മൾ 100 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എണ്ണ ആയാലും മുളക് പൊടി ആയാലും മറ്റുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കുറവാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അധികം അങ്ങോട്ട് മൂത്ത് പോകണ്ട, നല്ല ചുവപ്പൊന്നും ആവണ്ട. ഇത്തിരിയും കൂടെ ഒന്ന് മൂത്താൽ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത്ര മൂപ്പ് മതി. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു 100 ഗ്രാം നമ്മൾ വീട്ടിൽ പൊടിച്ച നല്ല നാടൻ മുളക് പൊടിച്ചാണിത് ഇട്ട് കൊടുക്കാം. നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണിത്. അത് 25 ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. അതിൻ്റെ കളറൊക്കെ ആകെ മാറും. ടേസ്റ്റിന് മാറ്റം വരും. നമ്മുടെ പൊടിയുടെ ഒരു പച്ചമണമൊക്കെ പോയി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തേങ്ങയുടെ വിനാഗിരിയാണ്. ഇതുകൊണ്ട് നമ്മൾ അച്ചാറുണ്ടാക്കുന്നതാണ് നല്ലത്. അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ആവശ്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. വിനാഗിരി ഞാൻ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കേട് വരില്ല. നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ എടുക്കാം. ആർക്കെങ്കിലുമൊക്കെ എവിടെ കൊണ്ടുപോകണമെങ്കിൽ ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിക്കണം നന്നായിട്ട്. എന്നാലേ അത് കേടാവാണ്ടിരിക്കുള്ളൂ. നമ്മൾ പുളി ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അത് കാരണം ഇപ്പോൾ ഉപ്പുണ്ട്. ഉപ്പ് ചേർത്തില്ലാലും കുഴപ്പമില്ല. ഇട്ട് കൊടുക്കാം. അച്ചാറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിനാഗിരി ഒഴിച്ചു. പിന്നെ നമ്മൾ പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി ഒന്ന് ലൂസാവും. ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇരുമ്പുളിക്ക് നന്നായിട്ട് വെള്ളം ഉള്ളതാണ്. അടിപൊളി അച്ചാറായില്ലേ.
അപ്പോൾ ഇതിപ്പോൾ സീസൺ സമയമാണ്. ഇരുമ്പുളി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, എന്നാലും ഇപ്പോൾ ഇഷ്ടംപോലുള്ള സമയമാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ ഇങ്ങനത്തെ അലുമിനിയം പാത്രത്തിലൊക്കെ നമ്മൾ അച്ചാറുണ്ടാക്കുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുമ്പം വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ചൂടാറിയിട്ട് നമ്മൾ ചില്ല് ഭരണിയിലിട്ട് വെക്കണം. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ. ഹായ്, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പുളി അച്ചാറാണ്. ഇരുമ്പുളി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ, നല്ല അടിപൊളി ഇരുമ്പുളി അച്ചാറാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ഇരുമ്പുളിയൊക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ്. അപ്പം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കാണാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്.